സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് താൽക്കാലിക ശമനം. ആഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, തൃശൂർ ആറ്റുപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെയും ഇന്നു മുതൽ ആഗസ്റ്റ് 10-ാം തീയതി വൈകുന്നേരം 5:30 വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ആഗസ്റ്റ് 10-ാം തീയതി അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ജപ്പാനിൽ നാശം വിതച്ച് ചൈനയിലേക്ക് അടുക്കുന്നു. ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് 10 ലക്ഷത്തോളം ജനങ്ങളെ ഒഴിപ്പിച്ചു. തായ്വാനിലും ചൈനയിലുമായി 2000-ഓളം വിമാന സർവീസുകളും റദ്ദാക്കി.